إن الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ-ബഖറ 258 ആയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദ് എന്ന് പറയുന്ന ഒരു കിരാതനായ ഒരു ഭരണാധികാരിയുമായിട്ടുള്ള തർക്കവിതർക്കങ്ങളാണ് ഈ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നു. നോക്കൂ. അലം തറ, നീ കണ്ടില്ലയോ, ഇലല്ലദീ, ഒരുവനിലേക്ക് ഹാജ്ജ ഇബ്രാഹിമ, ഇബ്രാഹിം നബിയുമായി ന്യായവാദം നടത്തിയവൻ ഫീ റബ്ബിഹി, അദ്ദേഹത്തിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ, റബ്ബിന്റെ കാര്യത്തിൽ നമ്രൂദിനെ കുറിച്ചുള്ള സൂചനയാണ് നൽകുന്നത്. അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്, അവൻ അല്ലാഹു രാജാധികാരം നൽകി. ഇബ്രാഹിം നബിയുടെ കാലത്ത് സ്വന്തം ഞാൻ തന്നെയാണ് ദൈവം എന്ന് വാദിച്ച് നടന്ന നമ്രൂദിനെ കുറിച്ചാണ് ഈ പരാമർശം. ഏതു ഖാല ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, റബ്ബി അല്ലദീ യുഹീ വയുമീതു, റബ്ബി എന്റെ റബ്ബാണ്, അല്ലദീ എങ്ങനെയുള്ളവൻ, യുഹീ അവൻ ജീവിപ്പിക്കുന്നു, വയുമീതു അവൻ മരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഖാല അവൻ പറഞ്ഞു, നമ്രൂദ് എന്ന് പറയുന്ന രാജാവ് പറഞ്ഞു, അനൗഹി ഞാൻ ജീവിപ്പിക്കും, വഉമീതു ഞാൻ മരിപ്പിക്കും. എന്താണ് പറഞ്ഞതിന്റെ പൊരുൾ? രണ്ട് മനുഷ്യരെ കൊണ്ടുവരാൻ ഈ രാജാവ് കൽപ്പിക്കുകയും ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തുകയും മറ്റൊരാളെ വെറുതെ വിടുകയും ചെയ്തു. എന്നിട്ട് മൂസ നബിയുടെ വാദത്തിന് പ്രതിവാദമായി അവൻ അവതരിപ്പിക്കുകയാണ്, ഇതാ ഞാൻ ഒരാളെ കൊന്നിരിക്കുന്നു, മരിപ്പിച്ചിരിക്കുന്നു, ഒരാളെ വെറുതെ വിട്ട് ജീവിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അഹങ്കാരത്തിന്റെ ഒരു ന്യായമില്ലാത്ത വാദം പറയുകയാണ്. അതിന് മറുപടി പറയാതെ അടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവനോട് വീണ്ടും സംവദിക്കുകയാണ്. ഇബ്രാഹിം പറഞ്ഞു, നിശ്ചയം അല്ലാഹു തആല സൂര്യനെ കൊണ്ടുവരുന്നു, മിനൽ മശ്രിഖി പടിഞ്ഞാറ് നിന്നും, അതായത് ഉദയസ്ഥാനത്തു നിന്നും സൂര്യനെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് നീ ചെയ്യണം, നീ അതിനെ കൊണ്ടുവരണം. മിനൽ മഗ്രിബി കിഴക്കു നിന്നും, അതായത് അസ്തമനസ്ഥാനത്തു നിന്നും നീ അതിനെ കൊണ്ടുവരണം. അതിന് നിനക്ക് സാധിക്കുമോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വെല്ലുവിളിക്കുകയാണ്. ഇത് പടിഞ്ഞാറ് നിന്നും ഉദിക്കുന്ന സൂര്യനെ നിനക്ക് കിഴക്ക് ഭാഗത്തു നിന്നും ഉദിക്കുന്ന സൂര്യനെ നിനക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ഉദിപ്പിക്കാൻ കഴിയുമോ എന്ന് ഇബ്രാഹിം നബി അവനെ വെല്ലുവിളിക്കുകയാണ്. ഫബുഹിത, അപ്പോൾ അവൻ സ്തംഭിച്ചുപോയി, അവൻ ഉത്തരം മുട്ടിപ്പോയി. അല്ലദീ കഫറ, ആ അവിശ്വാസിയായ രാജാവ് അവൻ സ്തംഭിച്ചുപോയി. കാരണം ഒരിക്കലും അവനെ ഉദയസ്ഥാനത്ത് നിന്നും മാറ്റി അസ്തമന സ്ഥാനത്തു നിന്നും അതിനെ ഉദിപ്പിക്കാൻ അവന് കഴിയില്ല. അതായത് കിഴക്ക് നിന്നും ഉദിക്കുന്ന സൂര്യനെ പടിഞ്ഞാറിന് ഉദിപ്പിക്കാൻ കഴിയില്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമിയായ ജനങ്ങളെ അല്ലാഹു സന്മാർഗത്തിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് അവസാനിക്കുകയാണ്. അഖ്റ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.